രക്ഷയില്ല. മമ്മൂക്ക എങ്ങനെ ഓടി നടന്ന് കളിക്കാം എന്ന് ഈ പടത്തിലൂടെ കാണിച്ചു തരുന്നു. കളിക്കാം എന്ന് ഈ പടത്തിലൂടെ കാണിച്ചു തരുന്നു. എന്താ പറയാനുള്ള എന്താ പടം എങ്ങനെയുണ്ട്? പടം തുറന്നിട്ട് എന്താ പടം ഇത്? അതായത് ഇത് മേക്കിംഗ് ലെവല് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ അവർക്ക് കൊടുക്കുന്ന ഒരു കയ്യടി. ഇതേപോലത്തെ ഒരു പടം മമ്മൂക്ക ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവം തന്നെയാണ്. നമ്മൾ സേതുരാമയ്യർ CBI അദ്ദേഹം വന്ന ഇതിലെ കഥാപാത്രം ചെയ്തു പോയിട്ടുണ്ട്. മമ്മൂക്കയുടെ ആ കാലഘട്ടത്തിൽ മമ്മൂക്കേനെ നമുക്കിതിനകത്ത് കാണാൻ കഴിഞ്ഞു. പക്ഷെ മമ്മൂക്ക മാത്രമല്ല, ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും അവരെല്ലാം അവരുടെ ഭാഗം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം പറയുന്ന ഒരു തമിഴ് സിനിമ പോലെ പോകണം. തമിഴ്നാട്ടിലൊക്കെ ഇത് വളരെ ഹിറ്റാകും. ഈ നടിമാര് 21 നടിമാർ എങ്ങനെയുണ്ട്? 21 നടിമാരെ നമുക്ക് കാണാൻ പറ്റില്ല, എണ്ണാൻ പറ്റൂല. പക്ഷേ ഒരു സത്യം ഇതിനകത്തുണ്ട്, ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. ഇന്നത്തെ കാലത്ത് അബദ്ധസഞ്ചാരം നടത്തുന്ന സ്ത്രീകളെ കണ്ടിരിക്കേണ്ട പടമാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾ വഴിവിട്ട ജീവിതം നയിക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു താക്കീതും കൂടിയാണ് ഈ പടം. അവർ കാണുക, മനസ്സിലാക്കുക, ഇനി എങ്ങനെ തിരുത്താനുണ്ടവർ. വിനായകൻ്റെ മമ്മൂട്ടിൻ്റെ ഒപ്പം നല്ല അതേ ലെവൽ പെർഫോമൻസ് എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നല്ല എന്താ പറയുക, ടോട്ടൽ സസ്പെൻസ് ഒക്കെ വെച്ച് അടിപൊളി ക്ലൈമാക്സോട് പടം അവസാനിക്കുന്നു. അത് സൂപ്പറാണ്, എല്ലാം കൊണ്ടും അടിപൊളി, ഒന്നും പറയാലോ. മമ്മൂക്കയുടെ ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പാണല്ലോ. മമ്മൂക്കയുടെ മറ്റൊരു രീതിയിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. എങ്ങനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ? നക്ഷീഷായിട്ട് മമ്മൂട്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം കൊണ്ടും വേറെ ലെവൽ. മമ്മൂട്ടി ഓരോ ലെവലും എന്താ പറയുക, മിനിക്ക് വരുന്നൊന്നുമില്ല, അതുപോലെ പെർഫോമൻസ് എല്ലാം. എങ്ങനെയുണ്ട് ചേട്ടാ മൂവി? എങ്ങനെയുണ്ട്? നല്ല ജീവിതം. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജിതിൻ കെ ജോസ് എന്ന സംവിധായകന് ആദ്യത്തെ സംരംഭം തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മമ്മൂക്കയും നമ്മുടെ വിനായകൻ ചേട്ടനെയും ഒരു മത്സരിച്ചുള്ള അഭിനയം, പിന്നെ ഓരോ ചെറിയ കഥാപാത്രങ്ങളായാൽ പോലും വളരെ മികച്ച ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റോറി, മ്യൂസിക്, ക്യാമറ എന്ന് വേണ്ട എല്ലാം വളരെ മികച്ച. ലൊക്കേഷൻസ് ആയാലും വളരെ മികച്ച തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു നല്ലൊരു ഫാമിലി ചിത്രം തന്നെയായിരുന്നു കളങ്കാവൽ. ഇത് ഒന്നും പറയാനില്ല, തന്നെ കാണാൻ പറ്റും. മമ്മൂക്ക പറയണ്ടേ, നിങ്ങൾ തിയേറ്റർ വിട്ട് പോകുമ്പോൾ കഥാപാത്രത്തെ ഒരിക്കലും മമ്മൂക്കയെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ, അത് എന്ത് കഥാപാത്രമെന്ന് ഞാൻ പറയുന്നില്ല, അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്. അതൊരു മമ്മൂക്ക അങ്ങനെ വന്നപ്പോൾ അതൊരു രക്ഷയില്ല. മമ്മൂക്ക എങ്ങനെ ഓടി നടന്ന് കളിക്കാം എന്ന് ഈ പടത്തിലൂടെ കാണിച്ചു തരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞ ഇതാണ്. വിനായകൻ രക്ഷയില്ല. വിനായകൻ പൊളി. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളി. കാരണം ഓടി നടന്ന് എങ്ങനെ കളിച്ച് വെടിവെക്കാം എന്ന് മമ്മൂക്ക ഈ പടത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. മമ്മൂക്ക അടിപൊളി, ഒരു രക്ഷയില്ല. മ്യൂസിക് ഒരു രക്ഷയില്ല, അടിപൊളി. ആർട്ടിൻ്റെ പ്രത്യേകിച്ച് ആർട്ട് വർക്ക് ആണെങ്കിലും പൊളി. ഷാജി നടുവിലാണ് ആരുടെ ഇപ്പോഴത്തെ പടത്തിൽ